പാമ്പാടി. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ വീട് ചാലക്കുടി. ട്രീറ്റ് ആയിട്ട് വന്നതാണ് ഫരീജില് അല്ലെ? അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ ജയിച്ച ദിവസം കൂടിയാണ് പുതുപ്പള്ളിയാണ്. ഓക്കെ ഓക്കെ. ചാണ്ടിയുമ്മന്റെ വിജയം നിങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ മലയാളികളായിട്ട് റെക്കമെൻഡ് ചെയ്യുമല്ലോ അല്ലെ? മറ്റുള്ളവർക്കെല്ലാം തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുമല്ലോ അല്ലെ? അതല്ലേ ഞങ്ങൾ വീട്ടിൽ ഇങ്ങോട്ട് വന്നത്. പൈസ നാട്ടിലൂടെയാണ്. 17 വർഷമായിട്ട് കുവൈറ്റിലുണ്ട്. നമ്മുടെ ഈ ഫരീജിനെ പറ്റി, ഫരീജ് 15 വർഷമായി. ഓക്കെ. ബസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ വല്ല ടാക്സിയും പിടിക്കേണ്ടി വരും. ഫുഡ് യു ആർ മോസ്റ്റ് ലൈക്ക് from here? The soup is good. Food is, yeah. Yes, so I take the chicken curry. Okay, okay. You are recommending your friends also, right? Yes, yes. Okay, that's fine. صب السلام. مطعم فريج سويلح مع كل واحد. زين. الحمد لله. الحمد لله. അതുപോലെ നമ്മുടെ ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. അത് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഒരു ഫുഡ് വണ്ടിയിലാണ് കേട്ടോ. കുവൈറ്റിലെ വ്യത്യസ്തമായ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഫരീജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കണം. കാരണം നമ്മളിപ്പോൾ മീന അബ്ദുള്ള എത്തി അല്ലേ? മീന അബ്ദുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഒരുപാട് ലേബർ ക്യാമ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം ഇത് മീന അബ്ദുള്ള അല്ലേ? ഷോയിബ അല്ലേ? ഇവിടെ ഒരുപാട് ലേബർ ക്യാമ്പുകൾ ഇതുപോലെ ഉണ്ടോ? നിറയെ ഉണ്ടല്ലേ? ഒരുപാട് മലയാളികളും വർക്ക് ചെയ്യുന്ന സ്ഥലം. മലയാളികൾ, തമിഴ്, ഇന്ത്യൻസ് എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുള്ള സ്ഥലമാണ് അല്ലേ? നമ്മളെന്തായാലും ഫാഹിൽ എത്തി കേട്ടോ. നമ്മൾ ഫാഹിൽ വരെ വന്നത് വളരെ സാഹസികമായ യാത്രയായിരുന്നു. നമ്മളിവിടുത്തെ ക്യാമ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ ഷെയർ ടാക്സിയിൽ പോകും. ആ ടാക്സിയിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് പോകണം. ബസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ വല്ല ടാക്സിയും പിടിക്കേണ്ടി വരും. നമ്മുടെ ചെരുവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ ഉണ്ടാവേണ്ടതാണ്. ടാക്സികളൊക്കെ ഒരുപാട് ഉണ്ടാവേണ്ടതാണ്. ടാക്സി ഞാൻ ചോദിച്ചപ്പോൾ 3 ദിനാറാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു. ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബസ്സിൽ, അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അവിടുന്ന് നേരെ നമ്മൾ മീന അബ്ദുള്ളയിൽ ചെന്നു. അവിടുന്ന് ഫാഹിൽ പോയി. അവിടുന്ന് ഒരു ടാക്സി കയറിയിട്ട് നമ്മളിതേ ഫരീജിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫരീജ് റെസ്റ്റോറൻറ്റിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നേരെ അകത്തോട്ട് പോവാം. يلا حيا مرحبا شيخ. المحل الفنجان ما سبق البال في مجلس ما في نفس الهيمة. هذا بلي دمي هذا بلي دخان هذا رفيق مدى المدينة. يلا حيا مرحبا شيخ. ترحيبا صاحب الغائب. يلا حيا مرحبا شيخ. ഇദ്ദേഹം പറഞ്ഞതെന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഫരീജിൽ ആദ്യമായിട്ടാണ് വരുന്നത് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ മുഖം നിങ്ങളെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഫരീജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അകത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തു. ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ കിട്ടിയ ഐറ്റം ഗാവ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യലാണ്. അറബികളൊക്കെ കുടിക്കുന്ന നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ ഇവർ തന്ന സാധനമാണ് കേട്ടോ. കൊള്ളാം. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാം. ചിക്കൻ സൂപ്പ് നിങ്ങൾ ഒരുപാട് കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ ബണ്ണിൻ്റെ അകത്തൊഴിച്ച് ചിക്കൻ സൂപ്പ് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫരീജിലേക്ക് പോരിൻ. ഒരു അടിപൊളി അനുഭവം തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഫരീജിന്റെ ഉൾവശമാണ് കേട്ടോ. എത്ര മനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ വന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ
ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇടിവിട്ട് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. എനിക്ക് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബേസിലാണ് ഞാനിവിടെ വന്നത്. എന്തായാലും അത് നഷ്ടമായില്ല. വളരെ നല്ലൊരു ഒരുപാട് മലയാളികൾ വരുന്ന ഒരു കിടുക്കൻ റെസ്റ്റോറൻറ്റ് തന്നെയാണിത്. അപ്പോൾ കുറച്ച് മലയാളീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഫരീജിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മലയാളീസാണ്, കുവൈറ്റിലുള്ളവരാണ്, നമ്മുടെ ഫരീജ് റെസ്റ്റോറൻറ്റിൽ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, അച്ഛനോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഫരീജിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയാമോ? ഞാൻ ഇതിനു കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അറബിക് റെസ്റ്റോറൻറ്റ് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയല്ലേ? അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ ആ റൈസിനെ പറ്റിയിട്ട് മജ്ബൂസ് ഒരു രക്ഷയില്ലാത്ത വേറെ കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അച്ഛൻ നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ കോട്ടയത്താണ്. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയം പെരുവാന്തുറ. അത് എവിടെയാ? പിറവത്തിനടുത്താണ്. ഓക്കെ. ഇപ്പം എല്ലാവരും പിറവംകാരാണോ? ഇത് വൈഫ് കോട്ടയം പാമ്പാടി. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ വീട് ചാലക്കുടി. അവര് നെക്സ്റ്റ് വീക്ക് യു കെക്ക് പോവാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ് ആയിട്ട് വന്നതാണ് ഫരീജില് അല്ലേ? അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ ജയിച്ച ദിവസം കൂടിയാണിന്ന്. അതിന്റെ ഒരു സന്തോഷം തന്നെ ആയിരിക്കും എല്ലാവരുടെയും മുഖത്തല്ലേ? പുതുപ്പള്ളിയാണ്. ഓക്കെ. ചാണ്ടിയുമ്മന്റെ വിജയം നിങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഫരീജിനെ പറ്റി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമല്ലോ അല്ലെ മറ്റുള്ളവർക്കെല്ലാം? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുമല്ലോ അല്ലേ? കൊണ്ടുവരുന്നതാണ് ഇവരെ. ഓക്കെ ഫൈൻ. അപ്പോൾ താങ്ക്സ് അലോട്ട്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫരീജിൻ്റെ അകത്ത് നമ്മുടെ മലയാളികൾ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ അറബിക് ഫുഡ് കഴിക്കാനായിട്ട് അറബികളുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മറ്റൊരു ഫാമിലി ഉണ്ട്, അത് നോർത്ത് ഇന്ത്യൻസ് ആണ്. നമുക്ക് അവരോട് നമ്മുടെ ഫരീജിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഹായ്. യു ആർ ഫ്രം? We are from India. From India. Yeah. India in Goa, right? Goa, yes. Okay, fine, ma'am. What about your experience in Farijo restaurant? It is very good. It's very nice, no? Yes. Okay, the Arabic food is very good. Yeah. You are recommending to your friends and all? Always, yeah. Always you are. The Kuwaiti food here is really good, so we are recommending it. Okay, fine, ma'am. And this is your first time or? No, we are always coming here. You are always coming here. Yeah, okay, if you that's want to fine. feel like having Arabic, then it's here. Okay, which food you are most like from here? Their soup is good. Food is, yeah. Yeah, in the bread. And Okay. their majboos is also really good. Majboos is very fine. Yeah. Majboos is mutton or that rice is you are liking? Yeah, I like the rice. I don't eat the mutton. Okay. But I take the chicken majboos. Okay. You are recommending your friends also, right? Yes, Okay, definitely. that's fine, ma'am. Thank you. Thanks a lot. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഫരീജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഫരീജിൻ്റെ ഈ റെസ്റ്റോറൻറ്റ് ഏറ്റവും മെയിനായിട്ട് ഇതിൻ്റെ മലയാളികളാണ് ഇത് നടത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. കാര്യം അത്രത്തോളം അറബികളാണ് ഇതിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വരുമ്പോൾ അധികം ആൾക്കാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് ആൾക്കാർ വരികയുണ്ടായി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഫുള്ളാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് മലയാളികളാണ്. അപ്പോൾ അതിൻ്റെ മാനേജറായിട്ടുള്ള നമ്മുടെ ബ്രാഞ്ച് മാനേജറായിട്ടുള്ള ഫയാസ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഇൻ്റർവ്യൂ, നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാം. സ്വാഗതം. ഫയാസൊക്കെ നാട്ടിലെവിടെയാണ്? നാട്ടിൽ കണ്ണൂരാണല്ലേ? എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 17 വർഷമായിട്ട് കുവൈറ്റിലുണ്ട്. തുടങ്ങിയിട്ട് എത്ര നാളായി? 8 കൊല്ലമായിട്ടുണ്ടല്ലേ? ഓക്കെ. ഓക്കെ, വളരെ നല്ല അഭിപ്രായമാണ് കുവൈറ്റിൽ. ആക്ച്വലി ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഫുഡ് ഞങ്ങൾ മേടിക്കാറുണ്ട്, പാർസലായിട്ട് ഞങ്ങൾ മേടിക്കാറുണ്ട്. അത് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കണ്ടിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യാനായിട്ടുള്ള കാരണം. എന്താണ് ഈ ടേസ്റ്റിന്റെ രഹസ്യം എന്ന് ഒന്ന് ജസ്റ്റ് പറയാമോ? കുവൈറ്റുകളാണ് എൻ്റെ മെയിൻ. ഓക്കെ. മാനേജർ ഒരു തലശ്ശേരി നോക്കുകയാണ്. ഓക്കെ. അത് 24 hours ആണ് ഹോട്ടൽ. 24 hours ഉണ്ട്. 24 hours 3 ബ്രാഞ്ച് 24 hours ആണ്. സാൽമിയ, ഗ്രെയിൻ, ജഹറ 24 hours ആണ്. മുബാറക്ക് പിന്നെ കുറച്ച് രാത്രി ഒരു മണിക്ക് ക്ലോസ് ചെയ്യും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ഇവിടെ വർക്കിംഗ് ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഡെലിവറി 24 hours ഉണ്ട്. അപ്പോൾ അതിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഓക്കെ ഫൈൻ. ഞാനിവിടെ കയറി വരുമ്പോൾ നമുക്ക് സാധാരണ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെയാണ് കിട്ടുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗാവ എന്ന് പറഞ്ഞിട്ടുള്ള ഗാവ, അതൊക്കെ ഈ കുവൈറ്റുകളുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ? അതുപോലെ തന്നെ സൂപ്പ് ഞാൻ ഇവിടുന്ന് കുടിക്കുകയുണ്ടായി. അതൊരു ബണ്ണിൻ്റെ അകത്താക്കിയിട്ടാണ് നമുക്ക് തന്നെ. അതും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഐഡിയ ഒക്കെ എങ്ങനെ കുവൈറ്റീസിന്റെ ഐഡിയ ആണോ നമ്മുടെ ഐഡിയ ആണോ? എല്ലാം കുവൈറ്റീസിന്റെ ഐഡിയ ആണ്. ഓക്കെ.
ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത്. എനിവേ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല. അപ്പം മലയാളികളായിട്ടുള്ള നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഫരീജിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇക്ക എല്ലാവിധ സപ്പോർട്ടും തരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഇക്ക, താങ്ക് യു, ബൈ. ஓகே, இங்க வந்து எனக்கு அந்த ஒரு சூப் கொடுப்பாங்க சூப் கொடுப்பாங்க பவுல்ல. அந்த சூப் தானே பிடிக்குமா? ரெக்கமெண்ட் பண்ணுவீங்க. நீங்க தமிழ்நாட்டுல எந்த ஊரு? இது சேனல்ல 2 நாளுக்குள்ள பிடிக்கும். தேங்க்ஸ் மேம், தேங்க்ஸ். சாரி ஃபார் தி டிஸ்டர்பன்ஸ் சார். How is اول شيء السلام عليكم. مطعم فريج صويلح زين الحمد لله. اصغر واحد الى اكبر واحد. الشكر منهم وايد وايد. جزاك വരുന്നവർക്കെല്ലാം ഇവർ കൊടുക്കുന്നതാണ് ഒരു വെൽക്കം ഡ്രിങ്ക്. കുവൈറ്റിലെ വ്യത്യസ്തമായ രുചികൾ തേടിയിട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.